എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കറിയാം, LBSൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായി. നമുക്ക് ഇതുവരെയായിട്ടും LBSൻ്റെ അലോട്ട്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വരികയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ആശങ്ക അറിയിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്കിതിൽ ചെയ്യാനുള്ളത് എല്ലാ വർഷങ്ങളിലും, ഇപ്പോൾ ഈ വർഷം മാത്രമല്ല ഇത്ര ലേറ്റ് ആവുന്നത്, എല്ലാ വർഷങ്ങളിലും LBSൻ്റെ അലോട്ട്മെൻറ്റ് പൊതുവേ ഇത്രയും ഡിലേ വരാറുണ്ട്. നമുക്ക് ഓരോ കോളേജസിനും ഇപ്പോൾ LBSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ നഴ്സിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്കായിക്കോട്ടെ, എല്ലാ കോളേജിൻ്റെയും ഇൻസ്പെക്ഷൻ കേരള ഗവൺമെൻറ് തലത്തിലും അതേപോലെ UGC തലത്തിലൊക്കെ അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ കോളേജ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോളേജ് അലോട്ട്മെൻറ്റിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാവകാശം, അതിൻ്റെ ഒരു ഡിലേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് പൊതുവേ ഉണ്ടാവുന്നതാണ്, ഈ വർഷം മാത്രമല്ല എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഡിലേ വരാറുണ്ട്. അത് കാരണം തന്നെ പല കുട്ടികൾക്കും എവിടെ അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാടും കർണാടകയൊക്കെ ഓൾമോസ്റ്റ് അഡ്മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർക്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തൊക്കെ ക്ലാസ്സുകൾ തുടങ്ങും. പൊതുവേ ഇതേപോലെ തന്നെയാണ് എല്ലാ വർഷവും അലോട്ട്മെൻറ്റ്സ് വരുന്നത്. അവിടേക്ക് ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ അലോട്ട്മെൻറ്റ് നടക്കുന്നതും ഇതേപോലെ സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യപ്പെടുന്നതും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നല്ല മാർക്കുള്ള കുട്ടികൾ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും ഇൻഡെക്സ് സ്കോറിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല മാർക്കുള്ള കുട്ടികൾ മാത്രം കേരളം വെയിറ്റ് ചെയ്തിരിക്കുക. ഒരുപാട് നമുക്ക് അലോട്ട്മെൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളും വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു ടെമ്പററി അഡ്മിഷൻസ്, അതായത് ഈ കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ലാസ്റ്റ് നമുക്കറിയാം, പുറത്തുള്ള കോളേജുകളെല്ലാം നല്ല കോളേജുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടും. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അംഗീകാരമില്ലാത്തയും അപ്രൂവ്ഡ് അല്ലാത്ത കോളേജിലൊക്കെ പോയിട്ട് പല കുട്ടികളും പോയി ചെന്ന് പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രൊസീജിയറിലേക്ക് ആരും പോവരുത്. നല്ല കോളേജിൽ, ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പുറത്താണെങ്കിലും നല്ല കോളേജിലൊക്കെ ഇപ്പോഴും സ്റ്റിൽ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കരിയർ ഹെൽപ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് ആശങ്കകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പോയിട്ട് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുറത്തുള്ള കോളേജസിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു കോളേജിന് അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ ആ കോഴ്സ് അംഗീകാരമുള്ളതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ LBSൻ്റെ റാങ്ക് ലിസ്റ്റ് ഉടനെ പ്രസിദ്ധീകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അതേപോലെ തന്നെ ഇതേപോലെ പുറത്ത് നിങ്ങൾ അഡ്മിഷൻസ്, കേരളത്തിൻ്റെ ഔട്ട്സൈഡ് നിങ്ങൾ കോഴ്സുകൾ അല്ലെങ്കിൽ കോളേജുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളും അതേപോലെ കോളേജ് ലിസ്റ്റ്, ഈ വർഷം ഏതൊക്കെ കോളേജുകളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. LBSൻ്റെ മാത്രമല്ല, മറ്റുള്ള PNC മാക് ആയിക്കോട്ടെ അല്ലെങ്കിൽ AMCS FNCK ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റ്സും പെൻഡിങ് ആണ്. CPAS അലോട്ട്മെൻറ്റ്സ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ LBSൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ കരിയർ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കരിയർ ഹെൽപ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.